നമ്മൾ ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരാളെ വേണം നമ്മൾ പ്രണയിക്കാൻ. അത് ഒരു ബെസ്റ്റ് ഫ്രണ്ടിനേക്കാൾ ഉപരി ആരാണല്ലേ ബിബിൻ. ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിൽ റീനുവിന്റെ കൂടെ ബിബിൻ. അപ്പോൾ നിങ്ങൾ നല്ല ഫ്രണ്ട്സായി. പക്ഷെ പിന്നെയല്ലേ പ്രശ്നം, തുറന്നു പറയണ്ടേ? പ്രശ്നമല്ല, നല്ലതായിരുന്നല്ലേ. ഞാൻ ഉദ്ദേശിച്ച ഇത് പറയാനൊരു മടിയൊക്കെ ഇല്ലേ ബെസ്റ്റ് ഫ്രണ്ട് ആവുമ്പോ? അത് ഭയങ്കര പ്രശ്നമാണ്. അതാണ് ഇവളെ സംബന്ധിച്ചിടത്തോളം. ഇനിയിപ്പോ ഞാൻ ഡീറ്റെയിൽസ് പറയാം, ഐ മീൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ബാക്കി ഡീറ്റെയിൽസ് പറയാം. ഷി വാസ് ബ്രോട്ട് അപ്പ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു സിറ്റുവേഷൻസ്. ഒരു ഓർത്തഡോക്സ് ഫാമിലി, ഭയങ്കര ഓർത്തഡോക്സ് ഫാമിലി പറയാനില്ല. അപ്പോൾ കുറെ ഒരു 10 years കൊച്ചിലെ മുതലേ ഹോസ്റ്റൽ ലൈഫായിരുന്നു. അതും ഗേൾസ് ഉള്ളി സ്കൂളായിരുന്നു. അവർ അത്രയ്ക്ക് ശ്രദ്ധിച്ചു വളർത്തൊരു കുട്ടിയാണ്. അപ്പൊ സിസ്റ്റേഴ്സ് ആണ് നോക്കുന്നത്. അപ്പം ബൈബിൾ, ചർച്ച് പ്രേയേഴ്സ്, അങ്ങനെ ഒരു കംപ്ലീറ്റ് അറ്റ്മോസ്ഫിയറിൽ വളർന്നു വരുന്ന ഒരു കുട്ടിയാണ്. വളരെ റിലീജിയസ് ആയി 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ വളരെ സൈലന്റ് ആയിട്ടിരുന്നു. 11ാം ക്ലാസ്സിലാണ് എന്നെ കാണുന്നത്. പാവ കൊച്ചിന് ഇത്രയും ദദ്ദാക്കി വളർത്തിക്കൊണ്ട് വന്ന് ഇയാളുടെ അടുത്തോട്ട് വിടെ. എന്നിട്ട് കണ്ടു കഴിഞ്ഞ് കൂട്ടായി വളരെ നല്ല കൂട്ടായി. അതിങ്ങനെ കുറച്ച് നാൾ ഗ്രോ ചെയ്തു. അത് കുറെ നാൾ ഗ്രോ ചെയ്തു. എല്ലാവരെക്കാളും നല്ലൊരു സിങ്ക് ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഗ്രൂപ്പിൽ എല്ലാവർക്കും അറിയാം ഞങ്ങൾ എല്ലാവരും ഫ്രണ്ട്സാണ്. ഞാൻ ഇതിനിടയ്ക്കൊരു ചെറിയ ഒരു അറ്റംപ്റ്റ് ശ്രമിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ ലവ് യു എന്ന് പറയില്ല, ഈ പെൺകുട്ടിയുടെ അടുത്ത് തന്നെ ഇൻഡയറക്ട്ലി നമുക്ക് അപ്രോച്ച് ചെയ്യാലോ. അതെ അതെ അതെ, അതെല്ലായിടത്തും ഉണ്ടല്ലോ. വേവ് ലെങ്തിന്റെ കാര്യം ആയതുകൊണ്ട് കേട്ടോ, അല്ല ഞാൻ അങ്ങനെ ചെയ്യില്ല. അപ്പൊ ഈ വേവ് ലെങ്ത് കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയപ്പോൾ എന്നോട് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തു. പ്രണയം എന്ന് പറയുന്ന സംഭവത്തിനോട് എനിക്ക് ഇവരെ വീട്ടിൽ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതായത് ഏറ്റവും അത് സാത്താനാണ്. അവരുടെ വീട്ടിലോ പൊതുവെ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട് ഇത് പോകണ്ടെന്ന്. എന്റെ വീട്ടിലേക്ക് എന്തോരം പറഞ്ഞേക്കണു. പിന്നെ ഞാൻ അനുസരിക്കില്ലാത്തതുകൊണ്ട് മാത്രമേ രക്ഷയുള്ളൂ. അത് പെൺകുട്ടികളുടെ വീട്ടില് ആദ്യം പറയുന്നതാണ്, മോളെ നിന്നെ ഇവിടെ ആക്കിയേക്കുന്നത് തന്നെ പ്രേമിക്കാൻ വേണ്ടിയല്ല, നന്നായിട്ട് പഠിക്കാനാണ്. അങ്ങനെ കേട്ട അച്ഛനും അമ്മയും സഹിക്കില്ല. ഇങ്ങനെ തന്നെ എന്നോട് പറഞ്ഞു, എന്നോടടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടാണ്. ഞാനിവിടെ വരുന്നത് പഠിക്കാൻ വേണ്ടിയാണ്, പ്രേമിക്കാൻ വേണ്ടി. അങ്ങനെ വരെ അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുമ്പോൾ എന്നോട് പറയണമെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുക. ഷീ ഈസ് കൈൻഡ് ഓഫ് റിയാക്റ്റീവ്. അപ്പൊ അങ്ങനെ റിയാക്ട് ചെയ്ത് നമ്മള് പ്രണയം അവിടെ എത്തി നിന്നു. ഓക്കെ, ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിലപ്പോൾ അറിയണ്ടേ ഈ പെൺകുട്ടികളെ നോ എന്ന് പറയുമ്പോഴും എങ്ങനെ വീഴ്ത്തിയെടുക്കാന്ന്. അങ്ങനെ വീഴ്ത്തിയെടുത്ത വില്ലനാക്കും ഇവിടെ ഇരിക്കുന്നത്. പ്രണയകഥയുടെ ബാക്കി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് സംഭവിച്ചത്. അതിനായിട്ട് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റീനു ഓൺ ക്ലബ് എഫ് എം വിത്ത് ബിബിൻ. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. പ്രണയിക്കാൻ പാടില്ല, കാരണം അതൊരു വലിയ ചീത്തപ്പേരാണ്. അച്ഛനും അമ്മയ്ക്കും ആ ചീത്തപ്പേര് താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് ഒത്തിരി പെൺപിള്ളേരെ വീടുകളെ വളർത്തുന്നത്. ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിൽ റീനു ബിബിൻ്റെ അടുത്ത് ചോദിക്കുക, എന്നിട്ട് എങ്ങനെ ഇത് സാധിച്ചു? ഇപ്പോഴത്തെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ഇത് ഒരു എന്താ പറയുന്നത്, ദൈവഹിതം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ല, പക്ഷെ അന്ന് ആ പെൺകുട്ടി ഇങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് തകർന്നില്ലേ? ആക്ച്വലി തകർന്നു. ഇപ്പോഴാണ് ഞാൻ പുറത്തു പറയുന്നത്. പിന്നെ ആരോട് പറഞ്ഞിട്ടില്ല. ഇപ്പൊ നാട്ടുകാർ മുഴുവൻ കേട്ടല്ലോ. ഇനി പറയാം. അപ്പൊ ഞാൻ തകർന്നാൽ ശരിയാവില്ല. ഞാൻ ആക്ച്വലി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ലല്ലോ, ഞാൻ ഇൻഡയറക്ട്ലി ആണല്ലോ പറഞ്ഞത്. അപ്പം ഇവളെ ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രണ്ട് ഫോഴ്സ് ചെയ്തിട്ടാണ് പറഞ്ഞത്. ഇവള് എന്നോട് റിയാക്ട് ചെയ്തത്. അപ്പൊ ഞാൻ അവളെ കുറെ ചീത്ത പറഞ്ഞു. ഫ്രണ്ട്സാന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇട്ട് പണി തരുന്നത് ശരിയല്ല. അപ്പൊ ഞാൻ അവക്കെതിരെ തിരിച്ചുവിടാൻ ശ്രമിച്ചു. ആക്ച്വലി കുഴപ്പമൊന്നുമില്ല, എല്ലാം വളരെ സേഫ് ആയിട്ട് പോയി. ഏറ്റവും അവസാനം +1 +2 കഴിഞ്ഞു. ഈ 2 വർഷം ഇയാള് പ്രേമമായിട്ട് നടക്കുന്നു, കുട്ടി നോയും പറഞ്ഞു. അതെ, ഐ മീൻ ഞങ്ങൾ ഫ്രണ്ട്സാണ് എപ്പോഴും. നത്തിങ് ഹാപ്പൻ. അതായത് ഐ ലവ് യു എന്ന് പറഞ്ഞതാണ് ഏറ്റവും റിസ്ക്. അത് പ്രശ്നമാണല്ലോ. അതാണ് ബേസിക്കലി ഏറ്റവും വലിയ. നമ്മൾ സ്കൂളിൽ നിന്ന് പഠിച്ചു. അത് പഠിച്ചു. അപ്പൊ ഈ ഐ ലവ് യു എന്ന് പറയാൻ പാടില്ല. ബാക്കി എന്തും പറഞ്ഞ് നമുക്ക് സ്കിപ്പായി നിൽക്കാം. അങ്ങനെ +2 അവസാനിക്കാം. അപ്പൊ എനിക്കറിയാം എന്താണ് നെക്സ്റ്റ് ഹാപ്പൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവള് മറ്റൊരു കോളേജിലേക്ക് പോകും, ഞാൻ മറ്റൊരു കോളേജിലാവാം. അവള് ബേസിക്കലി സ്കൂൾ ടോപ്പർ ആയിരുന്നു, ക്ലാസ് ടോപ്പർ. ബാക്കി പറയണമെന്നില്ല, അവള് ഡെഫിനറ്റ്ലി നല്ല കോളേജിൽ പോകും. ഞാൻ ആക്ച്വലി പഠിത്തത്തില് ഭയങ്കര നല്ലതായിരുന്നോണ്ട് ഏതെങ്കിലും ആർട്സ് കോളേജിലോ, ഐ മീൻ എന്താ പറയുക, ക്രിയേറ്റീവ് ആയിട്ട് അങ്ങനെ കിട്ടാൻ വഴി ഈ കണക്കൊന്നും ഇല്ലാത്ത എന്തെങ്കിലും കോളേജ് ഉണ്ടെങ്കിൽ പോയ കൊല്ലം അങ്ങനെ ഒരു കോളേജ് കിട്ടി എന്നുള്ളതാണ് വാസ്തവം. ഞാൻ കോളേജിന്റെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ അച്ഛൻ രാവിലെ എന്നെ വിളിച്ച് വേണ്ട നല്ല അവര് അഡ്മിഷൻ ഒക്കെ തന്നവരല്ലേ. ഇപ്പൊ അഡ്മിഷൻ ടൈമാ. മനസ്സിലായി. അപ്പൊ ഞാൻ അത് കണക്ക് കൂട്ടി, ലൈക്ക് ഇവിടെ ഏതായാലും നല്ല കോളേജിൽ പോകും, BCom-നോ M.Com-നോ, ഞങ്ങൾ കൊമേഴ്സ് ആയിരുന്നു. അപ്പം പോയി ചേരും എന്നുള്ള കാര്യം ഉറപ്പായി. അപ്പം ഞാൻ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം, പറയാം
ഇത്രയും നല്ലൊരു ബോണ്ടുണ്ട്. അപ്പൊ ഇനിയിപ്പം ഒന്ന് ശ്രമിക്കാം. ഓക്കെ, ആ ശ്രമത്തിന്റെ കാര്യത്തിൽ നമ്മൾ തീരുമാനിച്ചു എന്തായാലും പറഞ്ഞേക്കാന്ന്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. പെൺകുട്ടി അങ്ങനെ പറഞ്ഞാലും നമ്മൾ ധൈര്യം കൈവിടരുത്, കാത്തിരിക്കണം. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ നിങ്ങൾക്ക് എങ്ങനെ പറയണോ, നിങ്ങൾ ഏതെങ്കിലും പെൺകുട്ടിയെ വളച്ച് അല്ലെങ്കിൽ ആൺകുട്ടിയെ വളച്ച് വീഴ്ത്തിയ കഥ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സക്സസ്ഫുൾ ലവ് സ്റ്റോറി, ഇല്ലെങ്കിൽ തകർന്ന പ്രണയം ആയിക്കോട്ടെ, 567678 മെസ്സേജ് ചെയ്താൽ മതി. ഫോമാറ്റ് ക്ലബ് സി സ്പേസ് നിങ്ങളുടെ പേര് ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് ബിപിൻ. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. കാത്തിരിക്കാം, പക്ഷെ ആവശ്യത്തിൽ കൂടുതൽ കാത്തിരുന്ന പെങ്കൊച്ച് വേറെ വല്ല വഴിക്കും പോവും എന്ന് മനസ്സിലാക്കിയപ്പോൾ ബിബിൻ തീരുമാനിച്ചു പറയാതെ. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ റീനു ബിബിന്റെ അടുത്ത് ഇനി ആ സ്റ്റോറി ചോദിക്കുക. എങ്ങനെ പറഞ്ഞു? ഞാൻ വീണ്ടും പഴയ ട്രിക്ക് ഉപയോഗിച്ചു. വീണ്ടും വളഞ്ഞു മൂക്കെ പിടിക്കില്ല, വീണ്ടും വളഞ്ഞു മൂക്കെ പിടി. അപ്പം അതായത് നമുക്ക് ചില ക്ലൂസ് കൊടുക്കും. ഇടയിൽ എനിക്കുന്ന പോലെ ഒരു കുട്ടിയെ ഇഷ്ടമായിട്ടുണ്ട്, ആരാ? അപ്പൊ അവൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ. വളരെ ആകാംക്ഷപൂർവ്വം ചോദിച്ചാൽ ആരാ, നീ എന്നോട് പറയണം ഫസ്റ്റ് പറയാൻ പറഞ്ഞിട്ട് അവള് ഭയങ്കര ഇതാണ്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് ഇവളാന്ന് പറയണം, പിന്നെ വേണമല്ലോ. അപ്പൊ ഞാൻ പയ്യ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടു. അത് ഒരു കണ്ണാടി വെച്ച കുട്ടിയാ. അപ്പം ഇവർക്ക് കണ്ണാടിയുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവള് മനസ്സിലാക്കും ഇൻഡയറക്ട്ലി. വർക്കൗട്ടായെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവൾ അഭിനയിച്ചാന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ആരാടാ എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു കൊമേഴ്സിലാണ് പഠിക്കുന്നത്, ഞങ്ങളുടെ ക്ലാസ് ഒറ്റ കൊമേഴ്സേ ഉള്ളൂ. എന്നിട്ട് അവൾക്ക് മനസ്സിലാകുന്നില്ല. അത് അപ്പൊ അഭിനയായിരിക്കണം. അതിന് നമുക്ക് അവളെ ഒന്ന് വിളിച്ച് ചോദിക്കണം. ഇല്ല, വർഷങ്ങൾക്ക് ശേഷം അവള് പറഞ്ഞു അഭിനയിച്ചാണ്. അപ്പം അത് കഴിഞ്ഞ് എനിക്ക് നേരിട്ട് വിളിച്ച് പറയാൻ പറ്റിയില്ല സമയത്ത്. ഞാൻ മെസ്സേജ് ചെയ്തു, കാരണം എനിക്കറിയാം ഭയങ്കര റിയാക്റ്റീവ് ആണ്. അപ്പം ഞാൻ മെസ്സേജ് ആയിട്ട് പറഞ്ഞു ഫൈനലി ഇറ്റ്സ് യു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. എന്റെ പൊന്നെ, പെട്ടെന്നൊരു കോള് തിരിച്ചു. അവള് തന്നെ ഭയങ്കര റിയാക്ഷൻ. ഞാൻ നിന്നെ കുറിച്ച് നല്ല വിചാരിച്ചത് മാടയാണ് കൂടെയാണ് തേങ്ങാന്ന് പറഞ്ഞിട്ട് ആദ്യത്തേതിനേക്കാളും കഷ്ടം. ഭയങ്കര റിയാക്ഷൻ. കട്ട് ചെയ്ത് 4 മാസം പിന്നെ ഒരു മെസ്സേജോ കോളോ ഒന്നുമില്ല. ഇയാളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചില്ല? അയ്യോ, ഞാൻ എല്ലാ ദിവസവും ശ്രമിക്കും. എവറി ഡേ ഞാൻ മെസ്സേജ് ചെയ്യും, ലൈക്ക് വിളിക്കും, കട്ട് ചെയ്യും, അങ്ങോട്ട് സോറി നീ അങ്ങനെ ഒന്നും വിചാരിക്കണ്ട, പഴയ പോലെ നോ രക്ഷ. 4 months ഒരു കോണ്ടാക്റ്റും ഇല്ല. അപ്പൊ 4 മാസം കോണ്ടാക്ട് ഇല്ലാത്തൊരു റിലേഷൻഷിപ്പും സക്സസ് ആക്കാൻ പറ്റും. കാരണം ഇപ്പൊ കക്ഷി കല്യാണം കഴിക്കാൻ പോവാ. അപ്പൊ നമുക്ക് അറിയേണ്ടത് എങ്ങനെ സാധിച്ചു എന്ന്. ഇത് കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് എഫ്എമ്മിൽ ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് ബിബിൻ. കാരണം ബിബിനോട് നല്ല വഴികൾ പറഞ്ഞതാണ്. ഇവിടെ മാത്രം കണക്കിന് റൊമാൻസ്. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ രേണുവിനൊപ്പം ബിബിൻ. 4 മാസം കോണ്ടാക്ട് ഇല്ല. 4 മാസം എന്നാ ചെയ്തു? ഈ 4 മാസം കോണ്ടാക്ടിലായി ഫൈനലി ഒരു ബർത്ത്ഡേ, ഇവളുടെ ബർത്ത്ഡേ ആണ്. അപ്പം ബേസിക്കലി ബർത്ത്ഡേസ് സ്കൂൾ ടൈമിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. പിന്നല്ലേ? അതെ. അപ്പം ബർത്ത്ഡേ അന്ന് ഞാൻ ആക്ച്വലി തീരുമാനിച്ചു, ഇനിയിപ്പം ഞാൻ അന്ന് ഒരു 4 months കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് കുറച്ച് ഇതായിട്ട് ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഞാൻ സീരിയസ്ലി അവർക്ക് അത്രയ്ക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ശല്യമായിട്ട് നിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. റിലേഷൻഷിപ്പിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ അന്ന് മിഡ് നൈറ്റ് 12 o'clock മെസ്സേജ് അയച്ചു, ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തു. പറഞ്ഞു ഇനി എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കണ്ട, എന്റെ ശല്യം ഉണ്ടാവില്ല, നമ്മള് പോയേക്കാം. അതെ, അങ്ങനെ പറഞ്ഞു. അത് ആക്ച്വലി ഒരു നമ്പർ ആയിരുന്നു. അല്ല, അത് മനസ്സിലായി, ഞാൻ കുറെ നാളെ ഫീൽഡ് ചെയ്തിട്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞു. അന്ന് പക്ഷെ ഞാൻ കുറച്ചുകൂടി സീരിയസ് ആയിരുന്നു കേട്ടോ ഇപ്പൊ തന്നെ. അപ്പം അങ്ങനെ പറഞ്ഞു, മെസ്സേജ് അയച്ചു. മോർണിംഗില് ഒരു റിപ്ലൈ. ആ ഫോൺ എടുത്തിട്ടാ മെസ്സേജ് കാണുമ്പോ ആ പേര് പെട്ടെന്ന് എടുത്തോളും. എല്ലാം പഴയതുപോലെ ആണെങ്കിൽ ഇഫ് യു ക്യാൻ ബി മൈ ബെസ്റ്റ് ഫ്രണ്ട് ലൈക്ക് ബിഫോർ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നു. അങ്ങനെ ആണെങ്കിൽ നമുക്ക് പാച്ചപ്പ് എന്നുള്ള സാധനം വന്നു. അപ്പൊ ഞാൻ പറയൂ അതിനെന്ത് നോ പ്രോബ്ലം, ഫ്രണ്ട്സ് ഒരു രക്ഷയില്ല, അതെങ്കിലും ഇരിക്കട്ടെ ഉള്ളതായിട്ട്. അങ്ങനെ അഗൈൻ പാച്ചപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 പാച്ചപ്പ് ആയിരുന്നു. അന്ന് എനിക്ക് ഒന്ന് ഫോൺ ചെയ്തിട്ട് ഒരു 10 മണിക്കൂറെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ ചെയ്തതാണ്. 4 മാസം ഉണ്ടാതിരുന്നിട്ട് പിന്നെ 10 മണിക്കൂർ എത്രയും പറഞ്ഞു തീർക്കണ്ട. ഒരു ദിവസത്തെ കാര്യം പറ, പിന്നെ ഡെയിലി ഇറ്റ് ഹാപ്പൺ. അപ്പം നമുക്ക് ഫ്രണ്ട്ഷിപ്പ് വിട്ടിട്ടൊന്നും പോകാനും പറ്റില്ല, ബട്ട് സ്റ്റിൽ വി ഹാവ് ലോട്ട് ടു ടോക്ക്. ഇപ്പം ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. അപ്പം അവളുടെ കൂടെ അവൾ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ ഫ്രണ്ട്സ് ചോദിക്കുന്ന ആരാടി നീ ചോദിക്കുന്നത്, അപ്പം ബിബിനാന്ന് പറഞ്ഞപ്പോൾ എന്നെ അറിയാം ആക്ച്വലി. അപ്പം അവർക്ക് മനസ്സിലായി. അപ്പൊ അവരൊക്കെ ഓൾറെഡി ഇവളെ കളിയാക്കുന്നുണ്ട് ബിബിന റിലേഷൻ ആണെന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് കളിയാക്കാൻ പോലും പേടി, കാരണം അവള് പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അപ്പൊ ഇൻഡയറക്ട്ലി. അപ്പൊ ഞാൻ എന്നെ കളിയാക്കുന്ന എനിക്ക് ഇഷ്ടം കേട്ടോ. ഇഷ്ടമാണല്ലോ കുട്ടിയുടെ പേര് വെച്ച് നമ്മളെ.
നമ്മുടെ ഇവിടെ കളിയാക്കൽ നടക്കുന്നുണ്ടോ? എവിടെ? നമ്മുടെ സ്ഥലത്തും കോളേജിലും അറിയത്തില്ലേ നമ്മൾ പ്രണയിക്കാന്ന്? എന്റെ കാര്യം എല്ലാവർക്കും അറിയാം. നമ്മള് പബ്ലിക് ആക്കി. ഞാനൊരു ഓപ്പൺ ബുക്കാണ്. ഓക്കെ, അവിടെ കളിയാക്കൽ നടക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഫ്രണ്ട് വെച്ചാലും കളിയാക്കി തീർന്നു. അതുകൊണ്ട് ഞാൻ എല്ലാവരും ഓക്കെ. അപ്പം ഞങ്ങൾ വീണ്ടും നല്ലൊരു റിലേഷൻഷിപ്പ്. അപ്പൊ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. മേ ബി എനിക്ക് അവളോട് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ തീരുമാനിച്ചു ഇനി ഒരിക്കലും ഞാനായിട്ട് അങ്ങോട്ട് പറയുന്നില്ല ഇതിനെക്കുറിച്ച്. ഐ മീൻ അവർക്ക് അങ്ങനെ വേണ്ട, ഈവൻ അങ്ങനെ വേണ്ടെന്ന് വരെ ഞാൻ ചിന്തിച്ചു. അല്ല, അപ്പോൾ നിങ്ങൾ ആ സമയത്ത് തീരുമാനിച്ചില്ല ഞാനായിട്ട് ഇനി അങ്ങ് ചെല്ലുന്നില്ല? അതാ ഇഷ്ടത്തിന്റെ കൂടുതൽ കൊണ്ടാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ഈ പ്രണയിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കാം ബിബിന്റെ അടുത്ത്, അങ്ങനെ വിചാരിക്കുന്നത് പോലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നമുക്ക് തിരിച്ചു തരാൻ ഹെൽപ്പ് ചെയ്യും. ക്ലബ് എഫ്എമ്മിലെ ലവ് ബേർഡ്സിൽ അപ്പോൾ പോസിറ്റീവ് അപ്രോച്ച് വന്ന് എങ്ങനെയാണെന്ന് നമുക്ക് ചോദിക്കാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ലവ് സ്റ്റോറി ഷെയർ ചെയ്യണമെങ്കിൽ, വേറെയുള്ളവർ ഇൻസ്പയർ ചെയ്യണമെങ്കിൽ, ഇത് നമ്പർ 567678. ഫോമാറ്റ് ക്ലബ് സി സ്പേസ് നിങ്ങളുടെ പേര് ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബേർഡ്സ് വിത്ത് റീനു ആൻഡ് ബിബിൻ. നല്ല ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി അല്ലേ? ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.